സമയം ഇപ്പോൾ ദാ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും മുന്നേ മദ്രസയിലേക്ക് പറഞ്ഞയച്ചിട്ട് ഞാൻ ആ സോഫയിലൊന്ന് കിടന്നതാണ്. പിന്നെ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ കിടക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് ഈ കിടത്തത്തിനൊരു സുഖമുണ്ട്. കാരണം നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതെന്താണെന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇന്ന് നമ്മുടെ വെയ്റ്റ് ലോസ് ചലഞ്ചിൻ്റെ 15ാമത്തെ ദിവസമാണല്ലോ. നമുക്ക് വെയിറ്റ് നോക്കണ്ടേ? അപ്പോൾ അതെല്ലാവരും അത് ചോദിക്കുന്നുണ്ട് കമൻറ്റിൽ. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെയിറ്റ് നോക്കുമ്പോൾ ഫോണൊക്കെ വെച്ച് പിടിച്ചിട്ട് നോക്കിയല്ലോ. അപ്പോൾ അതേപോലെ ഞാൻ തന്നെ സ്വയം ഫോണൊക്കെ കൊണ്ട് പിടിച്ച് അതിൽ കയറിയിട്ട് വെയിറ്റ് നോക്കിയപ്പോൾ ഇതാ നമ്മൾ 104.7 ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് ഫോൺ അവിടെ വെച്ചിട്ട് പിന്നെ വെയിറ്റ് നോക്കി പിന്നെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതാ 103.8. അപ്പോൾ എൻ്റെ വെയിറ്റ് ഇപ്പോൾ ശരിക്കും 103.8 കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനില്ല. നമ്മൾ 4 കിലോ കുറഞ്ഞിട്ടുണ്ട്. 107.8 ആയിരുന്നല്ലോ. 107.8 അല്ല, 107.9 ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ 103.8 അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ നിങ്ങളൊക്കെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടോ ഇല്ലേ വല്ല സംഭവങ്ങളും ഞാൻ കമൻറ്റിൽ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടെന്ന്. അപ്പോൾ ഇന്നലെ ഐറൂസിന് ചെറുതായിട്ടൊരു പനി ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. അപ്പോൾ അവൻ്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അവർ രാത്രി ഒന്ന് ഡോക്ടറെ കാണിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഡയറ്റ് തുടങ്ങിയതുകൊണ്ട് തന്നെ മോളൂനും ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ പ്രസവശേഷം തുടങ്ങിയത് ഉണ്ടാകും കേട്ടോ. ഈ വെയിറ്റ് ആദ്യമൊക്കെ നല്ല മെലിഞ്ഞിട്ട് സ്ലിമ്മായിരുന്നു. എനിക്ക് മക്കളങ്ങനെ, ഞാൻ തടി ഉള്ളതുകൊണ്ട് തന്നെ മക്കൾ തടി വെക്കുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല. കാരണം അവരൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടോട്ടെ, അവർക്കെങ്കിലും ഇടാമല്ലോ എന്ന് കരുതി. നമ്മളൊക്കെ പ്രായത്തിലുള്ള പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ മക്കൾക്ക്. നല്ല എന്താ പറയുക, നല്ല നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകൾ കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ എനിക്ക് മക്കളൊക്കെ അതിട്ട് കാണാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അവരെ തടിക്കാനൊന്നും അങ്ങനെ വണ്ണം വെക്കാനൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞ് അവരെ ഞാനിങ്ങനെ ചടപ്പിക്കൂട്ടോ വണ്ണം വെക്കുമ്പോഴേക്കും. അപ്പോൾ ഇതിപ്പോൾ പ്രസവമൊക്കെ കഴിഞ്ഞതിൽ ഇങ്ങനെ വണ്ണം വെച്ചിട്ട് പിന്നെ അങ്ങനെ കണ്ട് കുറഞ്ഞ് കിട്ടുന്നില്ല. ഒന്നാമത് മോൾക്ക് ഇങ്ങനെ കുഞ്ഞുവാവക്ക് പാലൊക്കെ കൊടുക്കാനുണ്ടാകുമ്പോൾ അങ്ങനെ കണ്ട് ഭക്ഷണം കുറക്കാനും വയ്യ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറക്കുന്നതും എൻ്റേത് കുറയുന്നതും കണ്ടിട്ട് അവൾക്കൊരു ചെയ്യാനൊരാഗ്രഹം. അപ്പോൾ അവളെ ഹസ്ബൻഡിനോട് അത് പറഞ്ഞപ്പോൾ ഒരുപാട് ഫ്രൂട്ട്സ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സൊക്കെ കഴിച്ച് മെലിഞ്ഞാൽ മതി, അല്ലാതെ മെലിയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രൂട്ട്സൊക്കെ ഒന്നായിട്ട് വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം തരുന്ന ഒരു സ്വഭാവമാണ് കേട്ടോ അവന്. അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അപ്പോൾ അതിലപ്പുറം സാധനങ്ങൾ വാങ്ങും. അങ്ങനെ ഒന്നായിട്ട് ഇവിടെ ഇന്നലെ രാത്രി ഒരു 11:30 അവർ വന്നപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊക്കെ അവിടെ കൊണ്ടുവച്ച് കിടന്നു. ഒന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അതൊക്കെ ഒന്ന് ആദ്യം എടുത്തു വെക്കണം. അപ്പോൾ ഫ്രൂട്ട്സ് മാത്രമല്ല കേട്ടോ, അതിൻ്റെ കൂടെ കുറച്ച് പൊറാട്ടയും പിന്നെ കുറുമ കറിയും പിന്നെ അൽഫാം മയോണൈസ് സംഭവങ്ങളൊക്കെ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സംഭവങ്ങളൊക്കെ നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ എഴുന്നേൽക്കാതെ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഉണ്ടാക്കണം, ഇതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം അൽഫാമൊക്കെ ഒരു ചട്ടിയിൽ വെച്ചിട്ട് ചെറിയ തീയിൽ ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നുണ്ട്. പൊറാട്ട പിന്നെ ആവശ്യത്തിനുള്ളത് പുട്ടുകുറ്റിയിലിട്ട് ആവി കൊള്ളിച്ച് കണ്ട് അതും സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. കറിയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മക്കളൊക്കെ അത് കഴിച്ചു. ഞാനിതാ ഈ അൽഫാമും കുറച്ച് മയോണൈസ് ഇത് മാത്രമാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. പിന്നെ അൽഫാമൊക്കെ ഉള്ളതല്ലേ എന്ന് കരുതിയിട്ട് പാൽച്ചായ ഉണ്ടാക്കിയിട്ടില്ല. കട്ടൻ ചായ മധുരമില്ലാത്ത കട്ടൻ ചായയാണ് അതിൻ്റെ ഒപ്പം കുടിച്ചിട്ടുണ്ടായിരുന്നത്. മോളും മക്കളൊക്കെ പൊറോട്ടയും കറിയൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ സംഭവങ്ങൾ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചായ കൂടി കഴിഞ്ഞിട്ട് വേണം ഫ്രൂട്ട്സൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാൻ. ഐറൂസിന് ചെറിയൊരു പനി ഉള്ളതുകൊണ്ട് അവനൊന്നും എന്താ പറയുക ഇങ്ങനെയുള്ള ഐറ്റംസ് വായിൽ വെച്ച് കൊടുത്തിട്ടേ ഇല്ല കേട്ടോ. അല്ലെങ്കിൽ എല്ലാത്തിനും കുറച്ച് അവനൊരു കിട്ടണം. നമ്മൾ കഴിക്കുമ്പോൾ അവന് ചെറിയൊരു പീസ് കിട്ടിയില്ലെങ്കിൽ കരയും. അപ്പോൾ ഇന്ന് അവനത് വേണ്ടാനും അവൻ കരഞ്ഞ് ചോദിക്കണമില്ല. കാരണം പനി ഇന്നലെ പനിച്ചിട്ട് അവൻ നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം മരുന്നിൻ്റെ ക്ഷീണം കൂടി ഉണ്ടായിട്ട് അങ്ങനെയുള്ള നോക്കിയിട്ടില്ല. അവന് കഞ്ഞി വെച്ചിട്ടുണ്ട്. കഞ്ഞി കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് നല്ല കഞ്ഞി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ക്ഷീണം വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് കൊടുക്കാമെന്ന് കരുതി. ഇപ്പോൾ രാവിലെ ഞാൻ ബന്ന് കൊണ്ടുവച്ചിട്ടോ, അത് കൊണ്ടുവച്ചിട്ട് കട്ടൻ ചായയും ബന്നും അവന് കൊടുത്തു, മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ഇന്ന് ഞാൻ കഴിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 10:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അത് കഴിച്ചപ്പോൾ. മക്കളൊക്കെ അവരൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും മോളും മാത്രമാണ് ഒരുമിച്ചാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്.
പിന്നെ ഐറൂസിനെ ഉറക്കാൻ വേണ്ടി മരുന്നൊക്കെ കൊടുത്ത് ഉറക്കാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ അപ്പോഴേക്കും ഇതാ നമ്മളിപ്പോൾ കഴിച്ച ഭക്ഷണമൊക്കെ കഴിച്ച അവിടെയൊക്കെ ക്ലീൻ ചെയ്യലും പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഫ്രിഡ്ജിലേക്കൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം, ഫ്രൂട്ട്സൊക്കെ, അല്ലെങ്കിൽ അതൊക്കെ പെട്ടെന്ന് കേടുവരുമല്ലോ. അപ്പോൾ ഫ്രിഡ്ജ് അങ്ങനെ വലിയ ഫ്രിഡ്ജല്ല, നോർമൽ ഫ്രിഡ്ജാണ്. അതുകൊണ്ട് തന്നെ എല്ലാം കൂടി കൊള്ളുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാഞ്ഞാൽ എല്ലാം അതിൽ കയറില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കണം. അതിന് മുമ്പ് നമ്മൾ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചാൽ ആ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി വെച്ചാൽ തന്നെ നമുക്കൊരു കാണുമ്പോൾ ഒരു സമാധാനമുണ്ട്. ഓരോ ഏരിയ അങ്ങനെ വൃത്തിയാക്കി ഇങ്ങനെ പോന്നാൽ അതായിരിക്കുമല്ലോ നല്ലത്. അപ്പോൾ ഞാൻ ആദ്യം മേശയൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ച് വെച്ചു. ഇനി നമുക്ക് കിച്ചണൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട്, അതുപോലെ തന്നെ ലഞ്ച് റെഡിയാക്കാനുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ കുറച്ച് നേരം കടന്നതിൻ്റെ ഇരട്ടി പണി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനില്ലല്ലോ എന്ന് കരുതി ഞാനങ്ങനെ ഒരു സ്ലോ ആയിരുന്നു. അപ്പോൾ അത് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ആ ഒരു കടന്നതിനേക്കാൾ പണി നമുക്ക് ഇപ്പുറത്ത് കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് അറിയില്ല, അതങ്ങനെയാണ്. അപ്പം നമ്മൾ ഫ്രൂട്ട്സുകളൊക്കെ ഓരോന്നോരോന്ന് സെറ്റാക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു കൊട്ട എടുത്തിട്ട് അതിലേക്ക് ഓറഞ്ചും പിന്നെ നമ്മൾ പേരക്ക ഉണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ വെച്ചു. പിന്നെ ഐറൂസിന് മുസമ്പി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കഫക്കെട്ടൊന്നും ഉണ്ടാവില്ലല്ലോ, മുസമ്പി മക്കൾക്ക്, ചെറുതെ മക്കൾക്ക് നല്ലതാണല്ലോ. അപ്പോൾ അത് വേറെ സെപ്പറേറ്റ് അങ്ങനെ വെച്ചു. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ ഈ ഒരു കൊട്ട കറക്റ്റ് വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറേ ഫ്രൂട്ട്സ് അതിൽ പോകുമല്ലോ. അപ്പോൾ അതെങ്ങനെ വെക്കണം എന്നൊക്കെയുള്ള ഒരു ചർച്ചയിലാണ് കേട്ടോ. കണ്ടതൊന്നും വല്ല ഭയങ്കര എന്തോ ഒരു അന്താരാഷ്ട്ര ചർച്ചയാണ് തോന്നും. അല്ല, ഈ ഫ്രൂട്ട്സൊക്കെ എങ്ങനെ ഫ്രിഡ്ജിനുള്ളിൽ കറക്റ്റായിട്ട് കൊള്ളിക്കാം എന്നുള്ള ചർച്ചയാണ് ഞാനും ഹസ്ബൻഡും ഇപ്പോൾ ഈ ചെയ്യണത് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഈ ഒരു എന്താ പറയുക, പേരക്ക ആദ്യം ഈ ഒരു കൊട്ടയിലിട്ടു. പിന്നെ കുറച്ച് ഓറഞ്ചും നമ്മുടെ മുസമ്പിയൊക്കെ ഈ ഒരു കൊട്ടയിലിട്ടു കേട്ടോ. പിന്നെ ഓറഞ്ച് പെട്ടെന്ന് മക്കളൊക്കെ കഴിച്ചോളും. അതുകൊണ്ട് അത് കുറച്ച് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. അത് കേടരില്ലല്ലോ. ഇന്ന് കഴിക്കാനുള്ളത് ഞാൻ പുറത്ത് വെച്ചു, ബാക്കിയുള്ളതൊക്കെ ഫ്രിഡ്ജിനുള്ളിൽ കയറ്റി വെച്ചു. പിന്നെ ഈ ഒരു എന്താ പറയുക, പപ്പായ ഉണ്ട്, വലിയ 2 പപ്പായാണ്. അപ്പോൾ ഒന്ന് ഞാൻ ഫ്രിഡ്ജിൽ അതുപോലെ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് ഞാൻ എന്ത് ചെയ്തു, കട്ട് ചെയ്ത് ചെറിയ പീസാക്കി ഒരു പാത്രത്തിലാക്കി വെച്ചു. അതാവുമ്പോൾ ഇനി 2 കാര്യമുണ്ട്. ഒരു സംഭവം ഈ ഒരു കട്ട് ചെയ്ത് വെക്കുന്നത് കൊണ്ട് 2 കാര്യമുണ്ട്. ഒന്ന്, നമുക്ക് ഫ്രിഡ്ജിൽ കറക്റ്റായിട്ട് സ്പേസ് കിട്ടുകയും ചെയ്യും. പിന്നെ രണ്ടാമത്, നമുക്ക് കഴിക്കാൻ തോന്നുന്ന സമയം അത് കട്ട് ചെയ്യണമല്ലോ എന്ന് ആലോചിച്ച് ഇങ്ങനെ മടി പിടിച്ചിരിക്കണ്ടല്ലോ. അപ്പോൾ ആ സംഭവം നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ തോന്നുമ്പോൾ തന്നെ എടുത്ത് കഴിക്കുകയും ചെയ്യാം. അങ്ങനെ 2 കാര്യങ്ങളാണ് ഇങ്ങനെ കട്ട് ചെയ്യണമെന്ന് കൊണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനത് എടുത്തത് അതുപോലെ വലിയൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മോള് പറഞ്ഞു എനിക്ക് ഉച്ചയ്ക്ക് ഫ്രൂട്ട്സ് മതി, പിന്നെ രാത്രി മുട്ട മതി, രാവിലെ ഞാൻ എന്തെങ്കിലും അരിഭക്ഷണം കഴിക്കാമെന്ന് കരുതി. ഇങ്ങനെ പാൽ കുടിക്കുന്ന കുട്ടികളുണ്ടാകുമ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് അരിഭക്ഷണം ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവൾ രാവിലെ പൊറോട്ടയും കറിയൊക്കെ കഴിച്ച് മോനെ ഉറക്കാൻ പോയി. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് അവൾക്ക് ഫ്രൂട്ട്സും കഴിക്കാം. അപ്പോൾ ആ നേരം വെച്ചിട്ട് കട്ട് ചെയ്യാൻ നിൽക്കണ്ട, വേഗം കട്ട് ചെയ്ത് അതൊക്കെ ഫ്രിഡ്ജിൽ സെറ്റാക്കി വെക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ 2 പൈനാപ്പിൾ ഉണ്ടായിരുന്നു, അതിലൊന്ന് ഞാൻ ഫ്രിഡ്ജിലേക്ക് അതുപോലെ കട്ട് ചെയ്യാതെ വെച്ചു. ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ പീസാക്കി വെച്ചു. അപ്പം നമുക്ക് കഴിക്കാൻ തോന്നുമ്പോൾ എടുത്ത് കഴിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഫ്രൂട്ട്സുകൾ ശരിയാക്കിയത് കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചക്കൊക്കെയുള്ള ലഞ്ചിനുള്ള ചോറ് ഞാൻ അങ്ങനെ ഒരു അടുപ്പത്ത് അത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഐറൂസിനുള്ള കഞ്ഞി ഒരു അടുപ്പത്ത് തീമിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വെറും കഞ്ഞിയാണ് വെക്കുന്നത്. പനിയൊക്കെ ഉള്ളതുകൊണ്ട് ഇനി പച്ചക്കറികളൊക്കെ ഒരുപാട് ഇട്ട് അവന് ഇനി എന്തെങ്കിലും ദഹനത്തിന് പ്രശ്നമോ കാര്യങ്ങളൊന്നും വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കഞ്ഞി അങ്ങനെ അരി മാത്രം ഇട്ടിട്ട് വെച്ചതാണുള്ളത്. അല്ലെങ്കിൽ ഞാനതിലേക്ക് മത്തന്, ക്യാരറ്റ്, അല്ലെ അതുപോലെ മുട്ടൻ്റെ ആ ഒരു മഞ്ഞക്കറിയൊക്കെ ഇട്ടിട്ടാണ് കൊടുക്കുക. അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കേട്ടോ. എല്ലാം കൂടെ ഇട്ടിട്ടുള്ള കഞ്ഞി കൂടി നല്ല രീതിയിൽ അവന് കുടിക്കാറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ദഹിക്കാത്ത പ്രശ്നങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പോൾ അത് കരുതി അങ്ങനെ അവന് അടുപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉച്ചക്കൊക്കെയുള്ള കൂട്ടാനായിട്ട് ചിക്കനാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഇന്ന് ചിക്കൻ കൊണ്ടുവന്നപ്പോൾ കുറച്ച് തോനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 2-3 ദിവസത്തേക്ക് ചിക്കൻ ആയിരിക്കും. അപ്പോൾ ഞാൻ അതൊക്കെ ഇനി ഫ്രിഡ്ജിലേക്ക് ഓരോ പാത്രങ്ങളിലാക്കിയിട്ട് കയറ്റി വെക്കണം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലേക്ക് അങ്ങനെ വെക്കുമ്പോൾ കുറച്ച് എന്താ പറയുക, എല്ല് പോലെയുള്ള കഷ്ണം അങ്ങനെ അത് നമ്മൾ കറി വെക്കാനായിട്ടും പിന്നെ നല്ല പൊരിക്കാനായിട്ട് മറ്റേ കഷ്ണങ്ങളൊക്കെ നല്ല ഇറച്ചിയുള്ള കഷ്ണങ്ങളുണ്ടാവില്ലേ, അതിങ്ങനെ പൊരിക്കാനാണ് കേട്ടോ വെക്കാറ്. അങ്ങനെ മസാലയൊക്കെ പറ്റി അത് നമ്മൾ ഫ്രീസറിൽ വെക്കില്ല, അങ്ങനെ താഴത്തെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ കറി വെക്കാനുള്ളത് ഞാൻ ഫ്രീസറിലും വെക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ കൂട്ടാൻ രാത്രിയൊക്കെ
പെട്ടെന്ന് എന്തെങ്കിലും ഒന്നും കൂട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം പൊരിച്ചെടുക്കാനൊക്കെ ആയിട്ട് ഞാനങ്ങനെ ചിക്കൻ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് സെറ്റാക്കി വെക്കാറാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ എന്താ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഒരുവിധം കട്ട് ചെയ്ത് സെറ്റായിട്ടുണ്ട്. പിന്നെ നമുക്കും ഇങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് ഫ്രൂട്ട്സ് കഴിക്കാം അല്ലേ. ഞാനും അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ നമ്മുടെ ഡയറ്റിലേക്ക് അതും കൂടിയൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ എന്താ പറയുക, തൊണ്ടവേദനയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഈ ഒരു ടോൺസസിൻ്റെ ഒക്കെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ ഫ്രൂട്ട്സ് അധികം കഴിക്കല്ല. ഇടയ്ക്കൊക്കെ കൊതിയാകുമ്പോൾ അത്ര കൊതിയാകുമ്പോൾ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. ഇവിടെ മക്കൾക്കും ഇതുമൂന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. പപ്പായ അങ്ങനെയൊന്നും വലിയ ഇഷ്ടമല്ല. നീനൂട്ടിക്കും ഇഷ്ടമല്ല. നീനൂട്ടിക്ക് ആകെ ഫ്രൂട്ട്സ് ഇഷ്ടമുള്ളത് ആ ഒരു പൈനാപ്പിളാണ്. പിന്നെ ആപ്പിൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കഴിക്കില്ല. പൈനാപ്പിളാണ്. അത് ഇനി സുർക്കയിലിട്ട് കണ്ടായാലും അല്ലാതെ ആയാലൊക്കെ പൈനാപ്പിൾ ഇഷ്ടമാണ് കേട്ടോ. ഇതുമൂന്നും ഇഷ്ടം സ്ട്രോബെറിയാണ്. അപ്പോൾ അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓട്സിലൊക്കെ ഇട്ട് കഴിച്ചല്ലോ. അപ്പോൾ അതൊക്കെ അവൾക്കും ഇതുമൂന്നൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഫ്രൂട്ട്സ് അധികം ഇവിടെ വാങ്ങാറില്ല. മക്കൾക്കും ഇഷ്ടമില്ല. ഞാനും അങ്ങനെ തൊണ്ടവേദന ഉള്ളതുകൊണ്ട് അധികം കഴിക്കാറില്ല. പിന്നെ ഇതാ കിച്ചണൊക്കെ ലഞ്ചൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആകെ അലമ്പായി കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇതാ മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുത്തു. ശേഷമാണ് നമ്മൾ ഉച്ചയ്ക്ക് ഉള്ള ഫുഡ് കഴിച്ചത്. അപ്പം ഇതാ എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് പപ്പായ, അതുപോലെ കുറച്ച് പേരക്ക, പിന്നെ പൈനാപ്പിളാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഓറഞ്ചും എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഓറഞ്ചും എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് മോളൂന് ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ്. അവൾ വരുന്നുണ്ട്. ഞാൻ വേഗം എനിക്ക് വിശന്നപ്പോൾ ഞാൻ വേഗം കഴിക്കാനായിട്ടിരുന്നു. മോളൂന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് അവിടെ കഴിച്ചു. അവർ ചോറും ചിക്കൻ കറിയും പിന്നെ കുറച്ച് തോരനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇതുമ്മും എൻ്റെ ഹസ്ബൻഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഫ്രൂട്ട്സും കഴിച്ചു കേട്ടോ. അപ്പം ഇത്ര അത്യാവശ്യം എടുത്തിട്ടുണ്ട് ഫ്രൂട്ട്സ്. നല്ല പെട്ടെന്ന് വിശപ്പൊക്കെ മാറി നല്ല വയറ് നല്ല ഫില്ലായി വന്നിട്ടുണ്ട്. നല്ല എന്താ പറയുക, നല്ല വയറൊക്കെ നിറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്രയും ഫ്രൂട്ട്സ് കഴിച്ചതുകൊണ്ട് തന്നെ. പക്ഷേ അതിൻ്റെ ഇത്രയും ഫ്രൂട്ട്സ് കഴിച്ചതുകൊണ്ടാണ് ഇന്ന് എൻ്റെ സൗണ്ട് കണ്ടോ നല്ല ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. എനിക്ക് ആ ഒരു കഫത്തിൻ്റെ പ്രശ്നം വരും. അപ്പോൾ സൗണ്ട് പോവും. അപ്പോൾ ഞാൻ അധികം ഫ്രൂട്ട്സ് കഴിക്കാറില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് കരുതി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു 2 മണിയോട് കൂടിയാണ് ഞാനിത് കഴിച്ചത്. പിന്നെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഐറൂസിന് ഒരു സുഖമില്ലാത്തതുകൊണ്ട് അവൻ ഇന്ന് ക്ഷീണിച്ച് എപ്പോഴും കുറേ നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറങ്ങിയതുകൊണ്ട് തന്നെ ഞാനും കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റ് ഞാനും അവനൊക്കെ പുറത്തൊക്കെ പോയി കുറച്ച് നേരം ഇരുന്നു. ഞങ്ങളിതാണോ കുറച്ച് നേരം പുറത്തൊക്കെ ഇങ്ങനെ കളിച്ചിരുന്നു. അവനിങ്ങനെ പുറത്തൊക്കെ നോക്കിയിരിക്കാറുള്ളത് എനിക്കും അവനും ഒരുപോലെ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവന് വീഡിയോ എടുത്തു. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്. വീഡിയോയിലേക്ക് നോക്കി കുറേ ചിരിക്കും. പിന്നെ ഒരു പൂച്ചനെ കണ്ടിട്ടോ. അപ്പോൾ അത് നോക്കി അവൻ അങ്ങനെ ഇരുന്നു. അങ്ങനെ പോകുന്നത് നോക്കിയിട്ട് കുറേ നേരം ഇരുന്നു. അപ്പോൾ അങ്ങനെ വൈകുന്നേരം കുറേ നേരം ഞങ്ങൾ ആ ഒരു മുറ്റത്തേക്ക് നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ അങ്ങനെ വന്നു. ഒരു 5-5:30 ആയപ്പോൾ നല്ല മഴയൊക്കെ വന്നു. കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് വന്നത് കേട്ടോ. അപ്പം മൊത്തത്തിൽ ഇരുട്ടാണ്, പുറത്തൊക്കെ ഇരുട്ടാണ്. അപ്പോൾ ഞങ്ങളൊരു 5:30-6 മണിയൊക്കെ ആയിട്ടുണ്ട്. നീനൂട്ടി എത്തിയിട്ടില്ല. അവൾ ബസ് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ബസ് കയറുമ്പോൾ തന്നെ എനിക്ക് വിളിക്കും അവിടെ എന്താ ഫുഡ് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് പൊറാട്ടയുണ്ട്, ചോറുണ്ട്, എനിക്ക് ഏതാ വേണ്ടതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഒന്നും ആലോചിക്കാനില്ലല്ലോ, പൊറാട്ട മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഏകദേശം എത്താനായി. അപ്പോൾ അവിടുന്ന് ബസ് കയറി 1.5 മണിക്കൂറാണ് ഇങ്ങോട്ടുള്ളത്. അപ്പോൾ ഞാൻ വിളിക്കുന്ന ആ ടൈം നോക്കും. ഏകദേശം എത്താനാവുന്ന ആ ഒരു സമയമാകുമ്പോൾ ഞാൻ അവർക്കുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കും. അപ്പോൾ ഞാൻ നേരെ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം എനിക്കൊരു സ്ട്രോങ് ചായ ഉണ്ടാക്കുകയാണ്. നമ്മൾ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് അങ്ങനെ ഉറങ്ങി എണീറ്റതല്ലേ. അപ്പോൾ ആദ്യം ചായ ഒന്ന് ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ ഈ ചായയോട് കൂടി ഇന്നത്തെ എൻ്റെ ഈ ഒരു ഫുഡ് പരിപാടിയൊക്കെ നിർത്താമെന്ന് കരുതി ഇത് ഇത്ര കഴിച്ചാൽ മതി എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക 2 ആഴ്ച കൊണ്ട് 4 കിലോനൊക്കെ കുറഞ്ഞതല്ലേ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മുന്നിൽ 2 ആഴ്ച കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു 4 കിലോനും കൂടി കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു 107 നിന്ന് ഞാൻ വിചാരിച്ച ആ ഒരു 99 എന്നുള്ള വെയിറ്റിലേക്ക് എത്തിക്കാമല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ സ്ട്രിക്റ്റായിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചായ കുടിച്ചിട്ട് അങ്ങോട്ട് നിർത്താമെന്ന് ഫുഡെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നടന്നില്ല കേട്ടോ. പിന്നെ ഞാനൊരു ഭക്ഷണം ഒന്നും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വേഗം ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് എനിക്കിന്ന് ഇരുന്ന് കുടിക്കാനുള്ളൊരു സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നീനൂട്ടി എത്താനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം അവൾക്കുള്ള പൊറാട്ട രാവിലെ ചൂടാക്കിയ പോലെ തന്നെ പുട്ടുകുറ്റിയിലിട്ടിട്ട് ഒന്ന് ആവി കൊള്ളിച്ചെടുക്കുന്നുണ്ട്. കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. അപ്പോൾ ഇന്ന് എന്താ അവിടെ ജ്യൂസ് അടിക്കാനുള്ളത് ചോദിച്ചപ്പോൾ ഞാൻ പൈനാപ്പിൾ ഉണ്ട്, ഇതൊക്കെ പപ്പായ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ അതൊന്നും വേണ്ട, നമ്മളെ ഈ ഒരു
സ്ട്രോബെറിൻ്റെ എസൻസ് കിട്ടുമല്ലോ, അത് പാലൊക്കെ ഒഴിച്ച് അങ്ങനെ നമ്മൾ മിക്സിയിൽ അടിച്ച് കുടിക്കുമല്ലോ, അപ്പോൾ അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് അടിച്ചു കൊടുക്കാമെന്ന് കരുതി. വേഗം പൊറോട്ട ജസ്റ്റ് ഒന്ന് ഇനിയിപ്പോൾ 4-5 പൊറോട്ട ബാക്കിയുള്ളൂ, അപ്പോൾ അത് എല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് കരുതി. ഇനി ആർക്കും വേണമെങ്കിൽ അവർക്കും കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് പുട്ടുകുറ്റിയിലിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അവൾ വന്നിട്ടുണ്ട് കേട്ടോ. വന്ന് ചൂടാക്കുന്നത് കണ്ടപ്പോൾ തന്നെ ദേഷ്യം വരും. കാരണം അവൾക്ക് വന്ന് ഇരിക്കുമ്പോൾ തന്നെ ഫുഡ് കിട്ടണം, മുഖമൊക്കെ ഒന്ന് കഴുകി ഇരിക്കുമ്പോൾ തന്നെ ഫുഡ് കിട്ടണം. എന്താ എനിക്ക്, ഞാൻ അതിലേ വിളിച്ച് പറയുന്നത് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടില്ലേ, വേഗം ചൂടാക്കി കൂടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നൊടിഞ്ഞ് നടക്കും. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് ഫുഡ് കിട്ടാനായിരിക്കുമല്ലോ ആഗ്രഹം. അപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരത്തെ ചായ അങ്ങനെ ഇരുന്ന് കുടിച്ചിട്ടില്ല, നടന്നാണ് കേട്ടോ കുടിച്ചത്. അപ്പം അങ്ങനെ അത് കുടിച്ചു. ഇനിയിപ്പോൾ നീനുവിന് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്, ജ്യൂസ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അവൾ വീഡിയോയിൽ ഇങ്ങനെ പെടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടെന്ന് അവൾ മനസ്സിലാക്കുമ്പോൾ അത് പെടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. മോളുവിന് വിശക്കുന്നുണ്ട്. എന്താ പറയുക, ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നമുക്ക് വയറ് ഫുള്ളാവുമെങ്കിലും അപ്പം തന്നെ നമുക്ക് വേഗം വിശക്കാനും തുടങ്ങും. വേഗം ദഹിക്കുന്നത് കൊണ്ട് തന്നെ വിശപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കൊന്നുമില്ല ഉമ്മച്ചിയെ, മുട്ട പുഴുങ്ങിയിട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രാത്രി അവൾക്ക് മുട്ട മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവൾക്ക് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉച്ചക്കത്തെ ഞാൻ ചിക്കൻ കൊണ്ടുവന്നപ്പോൾ ലിവറും കാര്യങ്ങളൊക്കെ അവൾക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ട പുഴുങ്ങിയതും ഒരു ലിവറാണ് ഞാൻ അവൾക്ക് കൊടുത്തിട്ടുള്ളത്. അതവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ചായയൊക്കെ നിർത്തിയിട്ട് അവൾ ഇനി മധുരമുള്ളതൊന്നും ഞാൻ കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജ്യൂസൊന്നും കുടിച്ചിട്ടില്ല. പിന്നെ അവൾ ചായ ഒഴിവാക്കി ഈ ഒരു 2 മുട്ടയും ചിക്കൻ ലിവറും മാത്രമാണ് അവൾ കഴിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങളിതാ ഒരു രാത്രിയൊക്കെ ആയപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. ഐറൂസിനെ കാണാൻ വേണ്ടി പനിയൊക്കെ എങ്ങനെയുണ്ട്, സുഖമുണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് അവൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമല്ലോ, അപ്പോൾ അങ്ങനെ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഐസായിരുന്നു. നമ്മുടെ അരീക്കോടിൻ്റെ സ്പെഷ്യൽ ഒരു ഐസാണ് കേട്ടോ, മെമ്മറീസിലെ ഐസ്. നല്ല ടേസ്റ്റാണ്. അവർ തന്നെ ഉണ്ടാക്കി നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല നല്ല ടേസ്റ്റാണ് ഈ ഒരു ഐസിന്. അപ്പോൾ അത് ഇന്ന് വന്നപ്പോൾ അതാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിതാ ഒരു ഐസ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ചായ കൊണ്ട് നിർത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, നടന്നില്ല. ഈ ഒരു ഐസ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ കൊതി അടക്കാനായില്ല. അപ്പോൾ ഞാൻ ഇതും കഴിച്ചു. ഇനി നാളത്തെ വെയിറ്റ് എന്താണെന്ന് അറിയില്ല, എന്നാലും ഇത് കഴിച്ച് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.